നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. യുവതിയെ പിന്തുടർന്ന് ആക്രമിച്ച് അപമാനിക്കാൻ ശ്രമം, ദൃശ്യങ്ങൾ പുറത്ത്. മാരകായുധങ്ങളുമായി യുവാക്കൾ ലോറിയെ പിന്തുടരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രതികൾ റിമാൻഡിൽ. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് സാബു ജോൺ. സംഘടനാ ചുമതലയിൽ തുടർന്ന് പ്രവർത്തിക്കുന്നതിനായാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെക്രട്ടറിയുടെ ചുമതലയുള്ള ജോയിന്റ് ബിഡിഒയ്ക്ക് രാജി സമർപ്പിച്ചു. വാട്ടർ അതോറിറ്റി അധികൃതർ വാക്കുപാലിച്ചില്ല. മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റി സബ് ഡിവിഷൻ ഓഫീസിന് മുൻപിൽ മുട്ടുകുത്തി പ്രതിഷേധിച്ച് MJ ഷാജി. അടിയന്തരമായി കുഴികൾ മൂടുമെന്ന വാക്ക് അധികൃതർ പാലിക്കാത്തതിനെ തുടർന്നാണ് സമരം. അടുക്കള ബജറ്റിന് തിരിച്ചടി, വെളുത്തുള്ളി വില കുതിച്ചുയരുന്നു. കിലോയ്ക്ക് 180 രൂപ ഉണ്ടായിരുന്ന വെളുത്തുള്ളി വില ഇപ്പോൾ ചില്ലറ വിപണിയിൽ 280 രൂപയിലെത്തി. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രക്തദാന ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. NSS യൂണിറ്റും തൊടുപുഴ IMAയും സംയുക്തമായാണ് ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴയിൽ ലോകകപ്പ് ആവേശം. മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് ടൗൺ ഹാളിൽ ഒരുക്കിയിരിക്കുന്ന LED സ്ക്രീനിന്റെയും പന്തലിന്റെയും ഉദ്ഘാടനം നടത്തി. കർഷക സംഘം മൂവാറ്റുപുഴ സൗത്ത് ടൗൺ യൂണിറ്റ് തിരുവോണത്തെ വരവേൽക്കാൻ ബന്ദി കൃഷി ആരംഭിച്ചു. കർഷക സംഘം മൂവാറ്റുപുഴ ഏരിയ പ്രസിഡന്റ് യുവാട് ബാബു ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. യുവതിയെ പിന്തുടർന്ന് ആക്രമിച്ച് അപമാനിക്കാൻ ശ്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ പുറത്ത്. മാരകായുധങ്ങളുമായി യുവാക്കൾ ലോറിയെ പിന്തുടരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്പാ ജീവനക്കാരിയായ യുവതിയെ പിന്തുടർന്ന് ആക്രമിച്ച് അപമാനിക്കാൻ ശ്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ പുറത്ത്. തിങ്കളാഴ്ച അർദ്ധരാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന യുവതിയോട് പ്രതികൾ മോശമായി പെരുമാറുകയായിരുന്നു. ഭയന്നുപോയ യുവതി അതുവഴി വന്ന ഒരു ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ച് കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും മാരകായുധങ്ങളുമായി യുവാക്കൾ ബൈക്കിനെ പിന്തുടർന്നു. ഇതോടെ ബൈക്കിൽ നിന്നിറങ്ങിയ യുവതി ആ സമയത്ത് വന്ന ടിപ്പർ ലോറിക്ക് കൈ കാണിച്ച് അതിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. യുവാക്കൾ ലോറിയെയും 15 കിലോമീറ്ററോളം പിന്തുടരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കേസിലെ പ്രതികളായ ഈസ്റ്റ് മാറാടി പള്ളിക്കവല തട്ടാർക്കുന്നേൽ അജിത്ത്, മീൻകുന്നം പാറത്താഴത്ത് അദ്വൈത്, പഞ്ചായത്തുപടി ചാവാട്ട് ടോമി ഷാജി, ഹൈസ്കൂളിന് സമീപം ചാരപ്പുറത്ത് പുത്തൻപുരയിൽ അർജുൻ സനിൽ, മങ്ങമ്പ്ര തെങ്ങനാൽ അശ്വിൻ രഘു എന്നിവരെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾ റിമാൻഡിൽ കഴിയുകയാണ്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് സാബു ജോൺ. സംഘടനാ ചുമതലയിൽ തുടർന്ന് പ്രവർത്തിക്കുന്നതിനായാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് സാബു ജോൺ. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെക്രട്ടറിയുടെ ചുമതലയുള്ള ജോയിന്റ് BDO വിനോദ് കുമാറിനാണ് രാജി സമർപ്പിച്ചത്. നിലവിൽ കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റാണ് സാബു ജോൺ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധ്യക്ഷ ഉപാധ്യക്ഷ പദവികൾ ഏറ്റെടുത്ത കോൺഗ്രസിന്റെ ബൂത്ത്, മണ്ഡലം, ബ്ലോക്ക് പ്രസിഡന്റുമാർ പ്രസ്തുത പാർട്ടി പദവി ഒഴിയണമെന്ന് KPCC നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സംഘടനാ ചുമതലയിൽ തുടർന്ന് പ്രവർത്തിക്കുന്നതിനായിട്ടാണ് സാബു ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ ജനുവരി മാസത്തിൽ വയനാട് കൂടിയ യോഗത്തിൽ വെച്ചെടുത്ത ഒരു തീരുമാനമുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് 2 പദവികൾ, സുപ്രധാനമായിട്ടുള്ള 2 പദവികൾ വഹിക്കുന്നതിൽ നിന്ന് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, DCC പ്രസിഡന്റുമാരൊക്കെ ആ ചുമതലയിൽ നിന്ന് ഏതെങ്കിലും ഒരു ചുമതലയിൽ നിന്ന് ഒഴിവാകണം എന്ന് പാർട്ടി നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു സ്ഥാനം ഒഴിവാകാൻ തയ്യാറാണ് എന്ന് മൂവാറ്റുപുഴയിലുള്ള പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചയുടെ ഫലമായിട്ടാണ് എന്നോട് പാർട്ടി നേതൃത്വം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനും പാർട്ടി ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാജി സമർപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് 6 മാസമായി തുടരുകയാണ്. വളരെ നല്ല രീതിയിൽ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. പുതിയ പ്രോജക്റ്റുകളൊക്കെ വരുന്നേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ തുടർന്നും മൂവാറ്റുപുഴയുടെ സമഗ്രമായ വികസനം, മൂവാറ്റുപുഴ നമുക്കറിയാം ഇന്റർനാഷണൽ കോൺഗ്രസിന് ഒട്ടനവധി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ
മൂവാറ്റുപുഴ MLAയും മറ്റ് സമീപ പഞ്ചായത്തിലെ ഭരണസാരഥ്യം വഹിക്കുന്ന UDFന്റെ ആളുകളുമൊക്കെയായി ചേർന്ന് നിന്നുകൊണ്ട് മൂവാറ്റുപുഴയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി തുടർന്നും ഞാൻ നിലകൊള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഡിസംബർ 20-നാണ് സാബു ജോൺ വൈസ് പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തത്. UDF ധാരണ പ്രകാരം ആദ്യത്തെ 2 വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനം സാബു ജോണിന് കോൺഗ്രസ് പാർട്ടി നൽകുകയായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് KPCC നൽകിയ മാർഗനിർദ്ദേശം പാലിച്ച് പദവിയിൽ 6 മാസം തികയുന്നതിന് മുൻപ് തന്നെയാണ് സാബു ജോൺ രാജിവെച്ചിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. വാട്ടർ അതോറിറ്റി അധികൃതർ വാക്കുപാലിക്കാത്തതിനെ തുടർന്ന് മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റി സബ് ഡിവിഷൻ ഓഫീസിന് മുൻപിൽ മുട്ടുകുത്തി പ്രതിഷേധിച്ച് ഒറ്റയാൾ സമര നായകൻ MJ ഷാജി. അടിയന്തരമായി കുഴികൾ മൂടുമെന്ന വാക്ക് അധികൃതർ പാലിക്കാത്തതിനെ തുടർന്നാണ് സമരം. മൂവാറ്റുപുഴ PO ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്ന് രൂപപ്പെട്ട കുഴികൾ അടിയന്തരമായി മൂടുമെന്ന് രേഖാമൂലം ഉറപ്പു നൽകിയിട്ടും പാലിക്കാത്തതിനെതിരെ ഒറ്റയാൾ സമരനായകൻ MJ ഷാജിയുടെ പ്രതിഷേധം. വാട്ടർ അതോറിറ്റി എടുത്ത കുഴികൾ ഗർത്തങ്ങളായി മാറി അപകടങ്ങൾ പെരുകിയിട്ടും തിരിഞ്ഞു നോക്കാത്ത അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ കഴിഞ്ഞ വെള്ളിയാഴ്ച PO ജംഗ്ഷനിലെ റോഡ് നടുവിൽ രൂപപ്പെട്ട മൺകൂനയിൽ കിടന്ന് പ്രതിഷേധിച്ചിരുന്നു. ഇതേ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെത്തി രേഖാമൂലം അടിയന്തരമായി കുഴികൾ അടയ്ക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാലാവസ്ഥ അനുകൂലമായിരുന്നിട്ടും കുഴി അടയ്ക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കാതെ വന്നതോടെയാണ് ഓട്ടോ തൊഴിലാളിയും പൊതുപ്രവർത്തകനുമായ വാഴപ്പിള്ളി മുണ്ടക്കൽ MJ ഷാജി മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റി സബ് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ മുട്ടുകുത്തി നിന്ന് പ്രതിഷേധിച്ചത്. മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസാണ് ഈ കാണുന്നത്. നഗരത്തിലെ പൈപ്പുകൾ പൊട്ടി ഈ നഗര റോഡ്, വികസനം കഴിഞ്ഞ നഗര റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ അവർ നന്നാക്കാൻ വേണ്ടി കുഴികൾ എടുത്തിട്ട് മാസങ്ങളായി. പക്ഷേ ഇതുവരെ അത് നന്നാക്കാതെ മൺകൂനയായിട്ട് ഇട്ടേക്കുന്നു. ചില സ്ഥലങ്ങളിൽ കുഴിഞ്ഞു കിടക്കുന്നു. ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ PO ജംഗ്ഷനിലെ ആശുപത്രിയുടെ മുന്നിൽ ഈ വാട്ടർ അതോറിറ്റി എടുത്ത കുഴിയുടെ മൺകൂനയിൽ കിടന്ന് ഒരു പ്രതിഷേധ സമരം നടത്തി. ഏകദേശം 6 ദിവസത്തോളം ആവുന്നു. അവിടെ അന്ന് ഞാൻ പ്രതിഷേധത്തിൽ ഉന്നയിച്ച കാര്യം, ആ മൺകൂന നിരത്തിയിട്ട് അവിടെ റോഡ് ടാർ ചെയ്ത് സഞ്ചാര യോഗ്യമാക്കണം. 2 സൈഡ് ബാരിക്കോഡ് വെച്ച് അടച്ചേക്കുവാണ്. വാഹനങ്ങൾ കടന്നു പോകാതെ ഒരു സൈഡിൽ കൂടെ തിങ്ങി നിറങ്ങിയാണ് സിഗ്നലിന്റെ തൊട്ടടുത്ത് ഈ വാട്ടർ അതോറിറ്റിയുടെ കുഴി. അപ്പോൾ അന്ന് AE വന്നിട്ടേ ഞാൻ സമരം അവസാനിപ്പിക്കുകയുള്ളൂ, എനിക്ക് രേഖാമൂലം ഉറപ്പ് നൽകിയാൽ മാത്രമേ ഞാൻ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് AE ഉറപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു കത്താണ് തന്നത്. അടിയന്തരമായിട്ട് അവിടെ സഞ്ചാരയോഗ്യമാക്കുന്നു, ടാർ ചെയ്യുമെന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നാളെ ഇതുവരെ കാലാവസ്ഥ അനുകൂലമായിട്ടും ഈ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കില്ല. ഇപ്പോഴും അത് അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ബാരിക്കോഡ് വെച്ച് അടച്ചിട്ടേക്കുകയാണ്. വാട്ടർ അതോറിറ്റിക്ക് റോഡ് ക്ലോസ് ചെയ്ത് ബാരിക്കോഡ് വെച്ച് ദിവസങ്ങളോളം ഇങ്ങനെ ഇടാനുള്ള അധികാരമൊന്നുമില്ല. അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഈ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസിന്റെ മുന്നിൽ ഉപരോധ സമരം നടത്തുകയാണ്. വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴികൾ ടാർ ചെയ്യുക, AE നൽകിയ ഉറപ്പ് പാലിക്കുക എന്ന ഫ്ലെക്സ് ബോർഡും കയ്യിൽ പിടിച്ചാണ് പ്രതിഷേധം നടത്തിയത്. അടുക്കള ബജറ്റിന് തിരിച്ചടിയായി വെളുത്തുള്ളി വില കുതിച്ചുയരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കിലോയ്ക്ക് 180 രൂപ ഉണ്ടായിരുന്ന വെളുത്തുള്ളി വില ഇപ്പോൾ ചില്ലറ വിപണിയിൽ 280 രൂപയിലെത്തി. വരവ് കുറഞ്ഞതും ആവശ്യക്കാർ വർദ്ധിച്ചതുമാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണം. സംസ്ഥാനത്ത് കാന്തല്ലൂർ, വട്ടവട മേഖലകളിലാണ് വെളുത്തുള്ളി കൃഷി വ്യാപകമായുള്ളത്. എന്നാൽ ആവശ്യത്തിനുള്ളവ തമിഴ്നാട്ടിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമാണ് എത്തുന്നത്. തമിഴ്നാട്ടിലെ ഉത്പാദന മേഖലകളിൽ പ്രതികൂല കാലാവസ്ഥ കൃഷിയെ ബാധിച്ചതോടെ വിപണിയിലെത്തുന്ന വെളുത്തുള്ളിയുടെ അളവ് ഗണ്യമായി കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം. സാധാരണ ദിവസങ്ങളിൽ 10 ലോഡിലധികം വെളുത്തുള്ളി എത്താറുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ അത് 3 ലോഡായി ചുരുങ്ങിയെന്നാണ് വിവരം. വിപണിയിലെത്തുന്ന വെളുത്തുള്ളി വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ഗ്രേഡുകളായി തരംതിരിക്കുന്നു. ഉയർന്ന നിലവാരമുള്ള വെളുത്തുള്ളിക്ക് മൊത്ത വിപണിയിൽ കിലോയ്ക്ക് 250 രൂപയ്ക്ക് മുകളിലാണ് വില. ഇത് ചില്ലറ വിപണിയിൽ എത്തുമ്പോൾ 280 രൂപയും അതിലധികവും നൽകേണ്ടി വരുന്നു. വരവ് വർദ്ധിക്കാത്ത പക്ഷം അടുത്ത ദിവസങ്ങളിലും വില ഉയരാൻ സാധ്യതയുണ്ട്. വില കുതിച്ചുയരുന്നതിനാൽ ചെറുകിട വ്യാപാരികളും പ്രതിസന്ധിയിലാണ്. സ്റ്റോക്ക് ചെയ്തു വെക്കുമ്പോൾ തൂക്കക്കുറവുണ്ടാകുന്നതിനാൽ ദിവസേന ആവശ്യത്തിനു മാത്രം വാങ്ങി വിൽക്കേണ്ട അവസ്ഥയാണെന്ന് വ്യാപാരികൾ പറയുന്നു. വെളുത്തുള്ളിയുടെ വിലക്കയറ്റം സാധാരണ കുടുംബങ്ങളുടെ ചെലവ് ഭാരം വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയും ഉയരുന്നു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നിർമ്മല കോളേജ് NSS യൂണിറ്റും തൊടുപുഴ IMAയും സംയുക്തമായി രക്തദാന ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ K. കുര്യാക്കോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു.
ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് നിർമ്മല കോളേജ് NSS യൂണിറ്റും IMA ബ്ലഡ് സെന്റർ തൊടുപുഴയും സംയുക്തമായി കോളേജിൽ രക്തദാന ക്യാമ്പും വിദ്യാർത്ഥികൾക്കായുള്ള രക്തദാന ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈമോൻ ജോസഫ്, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ബോബു ആന്റണി, ഡോക്ടർ ജീന മേരി ജോസ്, വോളണ്ടിയർ സെക്രട്ടറിമാരായ ദേവാനന്ദ്, ശ്രീനന്ദ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോളേജ് AV ഹാളിൽ നടന്ന രക്തദാന ബോധവൽക്കരണ ക്ലാസ്സിൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്നായി 200ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. IMA മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KC ചാക്കോയാണ് ക്ലാസ്സിന് നേതൃത്വം നൽകിയത്. നമ്മുടെ എല്ലാവരുടെയും പേരിലും പ്രത്യേകിച്ച് ഒരു പൊതുസമൂഹത്തിന് നന്മയ്ക്ക് വേണ്ട പ്രവൃത്തിയായതുകൊണ്ട് അത് ഞങ്ങളുടെ IMAയുടെ പേരിലും എല്ലാവരുടെയും പേരിലും നിങ്ങൾ ആദ്യമായിട്ട് ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയും എല്ലാവിധ ആശംസയും നേരുകയാണ്. 50ഓളം വിദ്യാർത്ഥികൾ രക്തദാനം നടത്തി ഈ മഹാദാനത്തിൽ പങ്കാളികളായി. മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ടൗൺ ഹാളിൽ ഒരുക്കിയിരിക്കുന്ന LED സ്ക്രീനിന്റെയും പന്തലിന്റെയും ഉദ്ഘാടനം നടത്തി. 4000 സ്ക്വയർ ഫീറ്റ് പന്തലും 120 സ്ക്വയർ ഫീറ്റ് LED സ്ക്രീനും ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം കണ്ടാസ്വദിക്കുവാൻ മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ടൗൺ ഹാളിൽ ഒരുക്കിയിരിക്കുന്ന LED സ്ക്രീനിന്റെയും പന്തലിന്റെയും ഉദ്ഘാടനം നടത്തി. 4000 സ്ക്വയർ ഫീറ്റ് പന്തലും 120 സ്ക്വയർ ഫീറ്റ് LED സ്ക്രീനും ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അർജന്റീനയും അൾജീരിയയും തമ്മിലുള്ള മത്സര സമയത്ത് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വേൾഡ് കപ്പിലും മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് നഗരസഭയുടെ പിന്തുണയോടുകൂടി ഇതുപോലെയുള്ള ഒരു നല്ല അവസരം അന്ന് നൽകിയിരുന്നു. അപ്പോൾ അതിനേക്കാൾ വിപുലമായ ഒരു സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. LED വോളാണ്. നഗരസഭ എല്ലാ തരത്തിലുമുള്ള സഹായം ചെയ്യുന്നു. തീർച്ചയായും മൂവാറ്റുപുഴ ഫുട്ബോളിൻ്റെ ഒരു നഗരമാണ്. ഇവിടെയുള്ള എല്ലാ ആളുകളുടെ മനസ്സിലും ഫുട്ബോളുണ്ട്. ക്ലബ്ബ് പ്രസിഡന്റ് എൽദോ ബാബു വട്ടക്കാവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി സാബു P വാഴയിൽ, നഗരസഭാ വൈസ് ചെയർമാൻ PM അബ്ദുൽ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹന മാഹിൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് മജീദ് മങ്ങാട്ട്, കൗൺസിലർമാരായ ജിനു മടയ്ക്കൽ, മുഹമ്മദ് ചെറുകപ്പള്ളി, ക്ലബ്ബ് മെമ്പർ സജി ജേക്കബ്, അമൽ ബാബു, ജെയിംസ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. കർഷക സംഘം മൂവാറ്റുപുഴ സൗത്ത് ടൗൺ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തിരുവോണത്തെ വരവേൽക്കാൻ ബന്ദി കൃഷി ആരംഭിച്ചു. കൃഷി കർഷക സംഘം മൂവാറ്റുപുഴ ഏരിയ പ്രസിഡന്റ് UR ബാബു ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം മൂവാറ്റുപുഴ സൗത്ത് ടൗൺ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തിരുവോണത്തെ വരവേൽക്കാൻ ജമന്തി കൃഷി ആരംഭിച്ചു. കൃഷി കർഷക സംഘം മൂവാറ്റുപുഴ ഏരിയ പ്രസിഡന്റ് UR ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക വൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള കർഷക സംഘം ആവിഷ്കരിച്ചിട്ടുള്ള ഓണക്കാലവുമായി ബന്ധപ്പെട്ട് പൂക്കൃഷി നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മൂവാറ്റുപുഴ ടൗൺ കർഷക സംഘം ബന്ദിപ്പൂ കൃഷിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. കാർഷിക മേഖല നേരിടുന്ന ഒട്ടനേകം പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെ മറികടക്കാൻ കർഷക കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് കേരള കർഷക സംഘം സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ പൂക്കൃഷി ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. കർഷക സംഘം ടൗൺ യൂണിറ്റ് സെക്രട്ടറി PV ഷാജി, യൂണിറ്റ് പ്രസിഡന്റ് A ഗോപിനാഥൻ, സൗത്ത് ലോക്കൽ സെക്രട്ടറി PB അജിത് കുമാർ, ലോക്കൽ കമ്മിറ്റി അംഗം ജോബി OG, ടൗൺ AKG ബ്രാഞ്ച് സെക്രട്ടറി രാജേഷ് കുമാർ, പാർട്ടി അംഗങ്ങളായ MN രാധാകൃഷ്ണൻ, ജാഫർ സാദിഖ്, ഹരിഹരൻ R, അജേഷ് കോട്ടമുറിക്കൽ, ജെസി ഗോപിനാഥ്, അരുൺ G, ബിന്ദു മധുകുമാർ, കമ്മിറ്റി അംഗം ഷീബ സാനു, സുഷമ ഷാജി, ബിജി സജീവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ലക്ഷ്യങ്ങൾ കവരാനെത്തിയ സംഘം ലോക്കർ പുറത്തേക്ക് പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഡ്രോണും ലാപ്ടോപ്പും നഷ്ടമായതായി കോളേജ് അധികൃതർ.
നെല്ലിമറ്റത്തെ എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചൊവ്വാഴ്ച രാത്രിയാണ് മോഷണശ്രമം നടന്നത്. കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലും പ്രിൻസിപ്പലിന്റെ മുറിയിലുമാണ് മോഷ്ടാക്കൾ കയറിയത്. പുതിയ അഡ്മിഷൻ നടപടികൾ പുരോഗമിക്കുന്നതിനാൽ കോളേജിൽ പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരം മുൻകൂട്ടി അറിഞ്ഞവരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. അഡ്മിഷൻ സെല്ലിൽ നിന്ന് ഒരു പുതിയ ഡ്രോണും ഒരു ലാപ്ടോപ്പും മോഷണം പോയതായാണ് കോളേജ് അധികൃതർ അറിയിച്ചത്. ഓഫീസിലുണ്ടായിരുന്ന ലോക്കർ മോഷ്ടാക്കൾ പുറത്തേക്ക് കൊണ്ടുപോയി പൊളിക്കാൻ ശ്രമിച്ചു. എന്നാൽ ലോക്കർ തുറക്കുന്നതിൽ അവർ പരാജയപ്പെടുകയായിരുന്നു. ലോക്കറിൽ ലക്ഷങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. ലോക്കർ പൊളിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകളും സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പണം ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത മോഷണശ്രമമാണിതെന്നാണ് വിലയിരുത്തൽ. കോളേജിന്റെ പ്രവേശന കവാടത്തിലും ഹോസ്റ്റലിലുമായി 2 സെക്യൂരിറ്റി ജീവനക്കാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നെങ്കിലും മോഷണശ്രമം തടയാൻ കഴിഞ്ഞില്ല. പരീക്ഷയുമായി ബന്ധപ്പെട്ട് വെളുപ്പിന്റെ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലെത്തിയ ഒരു വിദ്യാർത്ഥിയെ കണ്ടതോടെ മോഷ്ടാക്കൾ മതിൽ ചാടി രക്ഷപ്പെട്ടതായാണ് വിവരം ലഭിച്ചതെന്ന് കോളേജ് സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരിയും ഡയറക്ടർ ഷാജൻ കുര്യാക്കോസും അറിയിച്ചു. ഈ അഡ്മിഷൻ സമയമാണ് ഇവിടെ സേഫിൽ ലോക്കറിൽ പൈസ ഉണ്ടാകും എന്ന ഒരു കാൽക്കുലേഷനിൽ തന്നെയാണ് ഇത്രയും കാലമായിട്ട് ഇവിടെ നടക്കാത്ത ഒരു ശ്രമം ഇവിടെ നടന്നത്. ഏതാണ്ട് ഒരു ലാപ്ടോപ്പും ഒരു ഡ്രോണും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോക്കർ ഓഫീസിൽ നിന്നും ട്രോളി ഉപയോഗിച്ച് അവിടെ മതിലിൻ്റെ അരികത്ത് വരെ എത്തിച്ച് അവിടെ ഇട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചു. അതിന് കറണ്ട് കണക്ഷനൊക്കെ എടുത്ത് അത് ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ലോക്കർ ഇവിടെ കിടക്കുന്നത്. ആ സമയത്ത് 3 മണി സമയത്ത് ഇവിടെ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു കുട്ടി ഇവിടെ ഹോസ്റ്റലിലേക്ക് വരികയും അവരെ കണ്ടപ്പോൾ അദ്ദേഹം മതിൽ ചാടി ഇതിനകത്ത് ഒരാൾ ചാടിപ്പോയി എന്നാണ് ആ കുട്ടിയിൽ നിന്ന് കിട്ടിയ വിവരം. ഏതായാലും അതോടുകൂടിയാണ് ആ ശ്രമം ഉപേക്ഷിച്ച് അവർ പോയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോളേജിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ 4 പേരുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇവ കേന്ദ്രീകരിച്ച് ഊന്നുകൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. പ്രതികളെ ഉടൻ തിരിച്ചറിഞ്ഞ് പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. മൂവാറ്റുപുഴ നഗരത്തിൽ ഓൺലൈൻ ഓട്ടോ സേവനം ആരംഭിക്കുന്നതിനുള്ള പദ്ധതി മികച്ചതാണെന്ന് ട്രാഫിക് കമ്മിറ്റി യോഗം വിലയിരുത്തൽ. വിവിധ കേന്ദ്രങ്ങളിൽ ഓൺ കോൾ ഓൺലൈൻ ഓട്ടോ സേവനം നടപ്പാക്കുന്നതിലൂടെ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദവും കാര്യക്ഷമവുമായ ഗതാഗത സംവിധാനം ഉറപ്പാക്കാനാകുമെന്ന് യോഗം വിലയിരുത്തി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരത്തിലെ ഗതാഗത കുരുക്കിനും പാർക്കിംഗ് പ്രതിസന്ധിക്കുമുള്ള ദീർഘകാല പരിഹാരം എന്ന നിലയിൽ വിവിധ ഭാഗങ്ങളിൽ പുതിയ പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിനും യോഗം ശുപാർശ ചെയ്തു. ഈസ്റ്റ് മറാഠി വൈപ്പന റിട്ടയർഡ് വിംഗ് കമാൻഡർ KV ജോർജ് നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച 3-ന് ഈസ്റ്റ് മറാഠി സെന്റ് ജോർജ് കത്തോലിക്ക പള്ളിയിൽ നടത്തപ്പെട്ടു. ഭാര്യ എൽസമ്മ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.